അസ്സലാമു അലൈക്കും. 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് സൂറത്തുൽ ഖാത്തില എന്നുള്ളത്. ഒരു ഹിക്കായാണ്, കഥയാണ്. ആ പാഠവുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 33 ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഒരു മുതാരിയായ ഫീലിൽ നിന്നും എങ്ങനെയാണ് അമ്ര ഫീൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ജലസ എന്നുള്ള മാലിയായിട്ടുള്ളൊരു ഫീലാണ്. ജലസ എന്നിട്ടുള്ള ഇവിടെ കൊടുത്തു. ജലസ എന്നുള്ള ഒരു മാലിയായൊരു ഫീൽ. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാലിയായിട്ടുള്ള ഫീലുകൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് ടെൻസ്, ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസിനോട് അതേ രൂപത്തിലാണ് മാലിയായിട്ടുള്ള ഫീലുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് രണ്ടാമത്തെ കോളത്തിൽ മുലാരി എന്നാണ്. അപ്പോൾ മുലാരി ആയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർത്തമാന കാലത്ത് അല്ലെങ്കിൽ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുലാരി ഫീൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ യജ്ലിസു എന്നുള്ള മുലാരി ആയിട്ടുള്ള ഫീലിൽ നിന്നാണ് അമ്ര ഫീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് നോക്കാം. അതിന് 1, 2, 3 നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തെ നിയമം, യജ്ലിസു എന്നുള്ളതിൻ്റെ യാഇന് പകരം ഒരു അലിഫ് ചേർക്കണം അമ്ര ഫീൽ ഉണ്ടാക്കുമ്പോൾ. ഒന്നാമത്തെ നിയമം ശ്രദ്ധിക്കുക. യജ്ലിസു എന്നുള്ളതിന് മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ യാ എന്നാണ്. ആ യാഇന് അതിനെ അമ്ര ഫീലാക്കുമ്പോൾ യാഇന് പകരമായിട്ട് യാഇനെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു അലിഫ് കൊടുക്കുക. അപ്പോൾ അവിടെ അലിഫ് കൊടുത്തു. ഇനി ഈ അലിഫിന് ഫത്ത്ഹാണോ കസ്റാണോ ലൊമ്മാണോ എങ്ങനെ നോക്കുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഇനി യജ്ലിസു എന്നുള്ള മുലാരിയായ ഫീലിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ യജ്ലിസു എന്നുള്ള മുലാരിയായിട്ടുള്ള ഫീലിൽ അവസാനത്തതിന് മുമ്പുള്ളതിന് ഏതാണ് ഹർക്കത്ത് നോക്കുക. ഇപ്പോൾ സീനിന് മുമ്പുള്ളതിൻ്റെ ഹർക്കത്ത് ഏതാണ്? ലാമിൻ്റെ ഹർക്കത്ത് കസ്റാണ്. അപ്പോൾ അവസാനത്തതിന് മുമ്പുള്ളതിൻ്റെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഏതാണ്? ഫത്ത്ഹാണോ കസ്റാണോ ലൊമ്മാണോ എന്നാണ് നോക്കുക. അപ്പോൾ ലാമിനവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മുലാരിയിൽ ലാമിന് കസ്റാണ് അല്ലേ, ലീ എന്നുള്ളതിന് കസ്റാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ കസ്റാണ് എന്ത് ചെയ്യേണ്ടത്? അലിഫിന് ഹർക്കത്തായിട്ട് കൊടുക്കേണ്ടത് ആ കസ്റാണ്. അപ്പോൾ എന്തായി? ഇജ്ലിസ് എന്നുള്ളതിൻ്റെ ശേഷം ഇജ്ലിസ് എന്നുള്ളതിൻ്റെ സി. ആ സീൻ എന്ത് ചെയ്യുക? സു എജ്ലിസു എന്ന് സു ആയിരുന്നു. സീൻ എന്തായിരുന്നു? ലൊമ്മായിരുന്നു. ആ ലൊമ്മിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സുക്കൂനായിട്ട് മാറ്റുക. ഇജ്ലിസ് എന്ന് മുദക്കറായിട്ട് എന്ത് ചെയ്യുക? അമ്ര ഫീലായിട്ട് പറയാം. ഇനി മുഅന്നസ് ആണെങ്കിൽ ഇതേ നിയമം തന്നെയാണ്. അതോടുകൂടി നമ്മൾ ഇജ്ലിസ് എന്ന് സുക്കൂനായിട്ടാണ് സീനിന് അവസാനത്തിൽ ഹർക്കത്ത് ചെയ്തത്. അത് മുഅന്നസ് ആണെങ്കിൽ സീന് ശേഷം എന്ത് ചെയ്യുക? ഒരു യാ കൊടുക്കുക. അപ്പോൾ ഇജ്ലിസി എന്നാണ് പറയേണ്ടത്. ഇജ്ലിസി എന്ന് പറയണം. ഇജ്ലിസ് സുക്കൂനായിട്ടല്ല പറയേണ്ടത്. ഇജ്ലിസി എന്നായിട്ടാണ് ഒരു യാ കൊടുക്കുമ്പോൾ സി എന്നായിട്ടാണ് പറയേണ്ടത്. കസ്റ് സീനിന് എന്ത് ചെയ്യണം? കസ്റ് കൊടുത്തിട്ട് ശേഷം യാ കൊടുക്കുക. അപ്പോൾ ഇജ്ലിസി എന്ന് പറയണം. അങ്ങനെയാണ് ജലസ എന്നുള്ള ഇജ്ലിസ് ആയത് അതുപോലെയാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. കതബ യക്തുബു ഉക്തുബ് എന്ന് എങ്ങനെയായി എന്നുള്ളത്. അപ്പോൾ കതബ എന്നുള്ള ഫീലാണ്. അപ്പോൾ നമ്മൾ അമ്ര ഫീൽ ഉണ്ടാക്കേണ്ടത് മുലാരി ആയിട്ടുള്ള ഒരു ഫീലിൽ നിന്നാണ്. അപ്പോൾ കതബയുടെ മുലാരിയാണ് യക്തുബു എന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ യക്തുബു എന്നുള്ളതിന് യാഇന് നമ്മൾ നിയമം പഠിച്ചു. യാഇന് പകരം യാഇനെ ഒഴിവാക്കിയിട്ട് ഒരു അലിഫ് അവിടെ ചേർത്തു. ശേഷം എന്ത് ചെയ്തു? യക്തുബു എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരം ഇവിടെ തു എന്നാണ് അല്ലേ, തായിന് ലൊമ്മാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ലൊമ്മിന് എന്ത് ചെയ്തു? ഈ അലിഫിന് ലൊമ്മ് കൊടുത്തു. അപ്പോൾ ഒന്നാമത്തെ നിയമം യായിനെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു അലിഫ് ചേർക്കുക. ഇനി ഈ അലിഫിന് ഹർക്കത്ത് എങ്ങനെയാണ് നൽകുക? മുലാരിയായ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരമാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഹർക്കത്താണ് ഈ അലിഫിന് കൊടുക്കേണ്ടത്. അപ്പോൾ യക്തുബു എന്നുള്ളതിന് താക്ക് എന്താണ്? ലൊമ്മ് തു എന്നുള്ള ഹർക്കത്താണ്. അതുകൊണ്ട് നമ്മൾ ഉക്തുബ് എന്നുള്ളതിന് അവിടെ എന്ത് ചെയ്തു? അലിഫിന് നമ്മൾ ലൊമ്മ് കൊടുത്തു, ഉക്തുബ് എന്നാക്കി. അവസാനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? സുക്കൂനാണ്. ബായിന് സുക്കൂന് കൊടുക്കണം. അത് മുദക്കറാണെങ്കിൽ. അപ്പോൾ ഒരു മുദക്കർ ഒരാണിനോട് പറയുമ്പോൾ ഉക്തുബ് നീ വായിക്ക് എന്ന് പറയാം. ഇനി ഒരു സ്ത്രീയോടാണെങ്കിൽ മുഅന്നസിനോടാണെങ്കിൽ അതിന് അവസാനത്തിൽ എന്ത് കൊടുക്കുക? ഒരു യാ കൊടുക്കുക. അപ്പോൾ ബായിന് കസ്റ ചെയ്യുക, ഉക്തുബി എന്ന് പറയണം. അങ്ങനെയാണ്
എക്തുബു എന്നുള്ളത് ഉക്തുബ് എന്നായി മാറിയത്. ഇനി ഫതഹ യഫ്തഹു എങ്ങനെയാണ് ഇഫ്തഹ് എന്നായത് നോക്കാം. ഫതഹ തുറന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ മുളാരിയാണ് യഫ്തഹു തുറക്കുന്നു എന്നുള്ളത്. അപ്പോൾ യഫ്തഹു എന്നുള്ളതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമം നോക്കുക. ഒന്നാമത്തെ നിയമം യായിന് പകരം എന്താക്കുക, ഒരു അലിഫ് കൊണ്ടുവരിക. ഈ രണ്ടാമത്തെ നിയമം നമ്മൾ പഠിച്ചു. യഫ്തഹു എന്നുള്ളതിൻ്റെ അവസാനത്തതിന് മുമ്പുള്ളതിൻ്റെ അക്ഷരത്തിന് ഏതാണ് ഹർക്കത്ത്, ആ ഹർക്കത്താണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് പഠിച്ചു. മുലാരിയായ ഫീലിൽ നിന്ന് അമ്ര ഫീൽ എടുക്കുമ്പോൾ അമ്ര ഫീലിൽ 2 ഹർക്കത്തേ ഉള്ളൂ. ഒന്നുള്ളത് കസറാണ്, മറ്റേത് ലമ്മാണ്. അപ്പോൾ മുലാരിയായ ഫീലിൻ്റെ അവസാനത്തതിന് മുമ്പുള്ളതിന് ഫത്ത്ഹ ആണെങ്കിൽ നമ്മൾ കസറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചതു കസറാണെങ്കിലും കസർ കൊടുക്കണം, ഫത്ത്ഹ ആണെങ്കിലും കസർ കൊടുക്കണം. ലൊമ്മാണെങ്കിൽ ലൊമ്മാണ് കൊടുക്കേണ്ടത്. യഫ്തഹു എന്നുള്ളതിന് തായിൻ്റെ അക്ഷരത്തിൻ്റെ ഹർക്കത്താണ് നമ്മൾ പറയുന്നത്. ഈ തായിന് ഫത്ത്ഹ ആണെങ്കിൽ കസർ കൊടുക്കണം. ഇഫ്തഹ് ഈ എന്തെണ്ണം അലിഫിന് കസർ കൊടുക്കണം. ഇനി ഇവിടെ തീ എന്നാണെങ്കിൽ നമ്മൾ ഇഫ്തഹ് ഈ എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ ലൊമ്മാണെങ്കിൽ മാത്രമേ നമ്മൾ ലൊമ്മ കൊടുക്കുള്ളൂ. അപ്പോൾ അവസാനത്തതിന് മുമ്പുള്ളതിൻ്റെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫത്ത്ഹ ആണെങ്കിലും കസറാണെങ്കിലും മുലാരിയിലെ ആദ്യത്തെ അലിഫിന് കസർ കൊടുക്കണം. അവിടെ ലൊമ്മ ആണെങ്കിൽ മാത്രമാണ് ലൊമ്മ ചേർക്കുക. അപ്പോൾ ഇഫ്തഹ് എന്നുള്ളതായി. ഇനി അപ്പോൾ നമ്മൾ ഹു എന്നുള്ളതിന് ഇഫ്തഹു എന്നുള്ളതിൻ്റെ ഹായിൻ്റെ ലൊമ്മ എന്ത് ചെയ്തു, നമ്മൾ സുക്കൂനായിട്ട് മാറ്റി. അതുപോലെ തന്നെ നമ്മൾ അത് മുദക്കറായ ഒരാളിനോട് പറയുമ്പോൾ നീ തുറക്ക്, ഇഫ്തഹ് നീ തുറക്ക് എന്നാണ് പറയേണ്ടത്. ഇനി അതൊരു മുഅന്നസ് ആണെങ്കിൽ സ്ത്രീയോട് പറയുമ്പോൾ എന്ത് പറയണം, ഹാന് എന്ത് ചെയ്തു അവസാനത്തിൽ യാ കൊടുത്ത് അങ്ങനെ ഹി എന്നായിട്ട് മാറി. അപ്പോൾ ഇഫ്തഹി എന്നാണ് പറയേണ്ടത്. ഇതാണ് 3 അക്ഷരമുള്ള സുലാസിയായിട്ടുള്ള 3 അക്ഷരമുള്ള മാലിയായിട്ടുള്ള ഫീല്. 3 അക്ഷരമുള്ള ഒരു ഫീലിൽ നിന്നും അമ്രു ഫീൽ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഇനി നമുക്ക് 4 അക്ഷരമുള്ള, ഇപ്പോൾ ഇസ്തൈഖല എന്നുള്ള 4 അക്ഷരം അല്ലെങ്കിൽ 5 അക്ഷരക്കമുള്ള 3 അതിൽ കൂടുതലോ അക്ഷരങ്ങളുള്ള 4 അല്ലെങ്കിൽ 5 ഒക്കെ അക്ഷരമുള്ള അല്ലെങ്കിൽ 6 അക്ഷരമുള്ള ഒരു ഫീലിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ മുലാരിയായിട്ടുള്ള ഒരു അമ്ര ഫീൽ എങ്ങനെയാണ് എടുക്കുക, മുലാരിയിൽ നിന്ന് എങ്ങനെയാണ് അമ്ര ഫീൽ എടുക്കാൻ നോക്കാം. സ്തൈക്കല എണീറ്റു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരിയാണ് യസ്തൈക്കിലു എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറെ 2-3 നിയമങ്ങളോട് ഇതിൻ്റെ ബാക്കി കൂടെ ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ നിയമം യായിനെ മാറ്റി ഒരു അലിഫ് ചേർക്കുക എന്നുള്ളതാണ്. യസ്തൈക്കിലു എന്നുള്ളതിൻ്റെ യാ എന്ത് ചെയ്തു, യായിനെ മാറ്റി അതിന് പകരം നമ്മൾ ഒരു അലിഫ് കൊടുത്തു. യായിന് പകരം അലിഫ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു അലിഫ് അവിടെ കൊടുത്തു. ഇനി അതിന് എന്താണ് ഹർക്കത്ത് എന്നുള്ളത്, അവസാനത്തതിന് മുമ്പുള്ളതിന് എന്താണ് ഹർക്കത്ത്, അതാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ യസ്തൈക്കിലു എന്നുള്ളതിൻ്റെ ഖാഫിന് കസറാണ്. നോക്കി കാണാം, യസ്തൈക്കിലു എന്നുള്ള മുലാരിയായ ഫീലിൻ്റെ അവസാനത്തിൽ ഖാഫിന് കസറാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആ കസറാണ് ഇസ്തൈഖിൽ എന്നായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ യായിന് പകരം അലിഫ് കൊടുത്തു. പിന്നെയോ അലിഫിൻ്റെ ഹർക്കത്ത് എങ്ങനെയാണ്, അവസാനത്തതിന് മുമ്പുള്ളതിന് ഏതാണ് ഹർക്കത്ത് അതാണ് നൽകേണ്ടത്. പിന്നെ രണ്ടാമത്തെ നിയമം ഇസ്തൈഖിൽ എന്നുള്ള ലായിന് എന്ത് ചെയ്തു, നമ്മൾ സുക്കൂൻ നൽകി. അപ്പോൾ ഇസ്തൈഖിലു എന്നുള്ളത് ഇസ്തൈഖിൽ എന്നായി മാറി. ശേഷം അത് മുദക്കറിനോട് ഒരു ആൺകുട്ടിയോടാണ് പറയുന്നതെങ്കിൽ ഇസ്തൈഖിൽ എണീക്കുന്ന ആണ് പറയേണ്ടത്. അതിന് മുഅന്നസിനോടാണെങ്കിൽ ഇസ്തൈഖിലി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്തു, റിയാഗ് കൊടുത്തു. ശേഷം അപ്പോൾ കസറായിട്ടാണ് വായിക്കേണ്ടത്, ഇസ്തൈഖിലി എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് ഇഫ്തഹറ യഫ്തഹിറു എന്ന് നോക്കാം. ഇഫ്തഹറ യഫ്തഹിറു അതും ഇതുപോലെ തന്നെയാണ്. യഫ്തഹിറു എന്നുള്ള മുലാരി ആയിട്ടുള്ള 3 അക്ഷരത്തിൽ കൂടുതലുള്ള ഒരു ഫീലാണ്. അപ്പോൾ യഫ്തഹിറു എന്നുള്ളതിൻ്റെ യായിന് പകരം അലിഫ് കൊടുത്തു. യഫ്തഹിറു എന്നുള്ള മുലാരിയ ഫീലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ യായിന് പകരം അലിഫ് കൊടുത്തു. ഇനി ആ യഫ്തഹിറു എന്നുള്ളത് അലിഫ് കൊടുത്തു. അപ്പോൾ അലിഫ് അവിടെ ഉണ്ട്. ഇനി അലിഫിന് ഫത്ത്ഹാണോ ഗസറാണോ എങ്ങനെയാണ് നോക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു,
അവസാനത്തതിന് മുമ്പുള്ളതിന് ഏതാണ് ഹർക്കത്ത്? യഫ്തഹിറു എന്നുള്ള ഹായിന് കസറാണ്. ആ കസറാണ് എവിടെ കൊടുക്കേണ്ടത്? ആദ്യത്തെ അലിഫിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ എന്നായി. അങ്ങനെ ഇഫ്തഹിർ എന്നുള്ളത്. ശേഷം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നിയമം അതായത് ഇഫ്തഹിർ എന്നുള്ളതിന് അവസാനത്തിന് എന്താ കൊടുക്കേണ്ടത്? സുക്കൂന് കൊടുക്കണം. ഇഫ്തഹിർ എന്നാണ് മുദക്കറായിട്ട് പറയുമ്പോൾ. ഇനി അത് മുഅന്നസായിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയണം? റായിന് ശേഷം ഒരു യാ കൊടുക്കുക, എന്നിട്ടോ ഇഫ്തഹിരി എന്ന് പറയുക. അപ്പോൾ മുഅന്നസിനോട് ആണെങ്കിൽ ഇഫ്തഹിരി എന്നായിട്ടാണ് പറയേണ്ടത്. മുദക്കറാണെങ്കിൽ ഇഫ്തഹിർ എന്നാണ് പറയേണ്ടത്. ഇതാണ് മുലാരിയായിട്ടുള്ള ഒരു ഫീലിൽ നിന്നും അമ്രു ഫീൽ എടുക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള അതിലുള്ള മുലാരിയായിട്ടുള്ള ഫീലുകളുണ്ട്, 3 അക്ഷരമുള്ളതുണ്ട്, 3-ൽ കൂടുതലുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾ അമ്രു ഫീൽ എടുക്കേണ്ടത്, അമ്രു ഫീൽ ഉണ്ടാക്കേണ്ടത് ഈ രൂപത്തിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും.